രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാമത്തെ അധ്യായം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം. 27 വാക്യങ്ങളാണ്. 27 വാക്യങ്ങളും വായിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ലളിതമായിരിക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നിയാലും വളരെ ഗൗരവമായ ഭവിഷ്യത്തുകളാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെയും പിന്നിലുള്ളത്. സാധാരണ ജീവിതത്തിലെ സംഭവങ്ങളാണ് ഇതെല്ലാം. അന്നത്തെ കാലത്ത് യുദ്ധം വളരെ പതിവാണ്. യുദ്ധത്തിന് പോയാൽ ആളുകളെ അടിമകളായിട്ട് കൊണ്ടുവരും. ഈ നയമാൻ യുദ്ധത്തിന് പോയി ഇസ്രായേലിലേക്ക് വന്നു. അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി. 10, 12, 13 വയസ്സൊക്കെ കാണും. നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്യാനാണ് അവളെ കൊണ്ടുപോയത്. അങ്ങനെ അവരെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ അവൾ മുഖാന്തരം വലിയൊരു അനുഗ്രഹം ആ കുടുംബത്തിന് വന്നതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാന സത്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റേതൊക്കെ അവളില്ലായിരുന്നുവെങ്കിൽ നടക്കുമായിരുന്നില്ല. പെൺകുട്ടി ഉണ്ടായിരുന്നുകൊണ്ടാണ് അവിടെ ഈ കാര്യങ്ങളൊക്കെ നടന്നത്. എന്നാൽ ഈ അധ്യായം മൊത്തം വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. ഞാനത് ചിലതൊക്കെ പറയാം. ഈ ജീവിതത്തിലെ യാഥാർത്ഥ്യമായ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങളാണ് ഈ അധ്യായത്തിൽ കാണുന്നതെല്ലാം. ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങൾ. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു. പോരെ, അവൻ വലിയ പരാക്രമശാലിയായ ഒരു മനുഷ്യനാണ്, പക്ഷെ അവൻ കുഷ്ഠരോഗിയായിരുന്നു. അവന്റെ കുഷ്ഠം എത്ര ഗൗരവമായിരുന്നു, ആളുകൾക്ക് കണ്ടാൽ അറപ്പ് തോന്നത്തക്ക വിധത്തിൽ കുഷ്ഠമായിരുന്നു എന്നും നമുക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നു ഒരു കുഷ്ഠരോഗിയാണ് ജനറൽ എന്ന് വന്നാൽ യുദ്ധം ജയിക്കാൻ എളുപ്പമായിരിക്കും. കാരണം ശത്രുക്കൾ ഇത് കാണുമ്പോഴേ ഒരു പക്ഷെ മാറിപ്പോവും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ അവനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അവൻ പരാക്രമശാലിയായിരുന്നു, മഹാനായിരുന്നു, മാന്യനായിരുന്നു, പക്ഷേ കുഷ്ഠരോഗിയായിരുന്നു. ഞാൻ വിചാരിക്കുന്നു ബൈബിൾ കുഷ്ഠമെന്ന് പറയുന്നത് പാപത്തിന്റെ ഒരു അടയാളമാണ്. കുഷ്ഠം യഥാർത്ഥ കുഷ്ഠം തന്നെയാണ്, എങ്കിലും മറ്റു ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ കുഷ്ഠത്തെ പാപത്തിന്റെ ഒരു അടയാളമായിട്ടും കണക്കാക്കാം. ഞാനതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പല ആളുകളും മഹാന്മാരും മാന്യന്മാരും വലിയ ആളുകളുമാണെങ്കിലും അവർക്കൊരു വലിയ പ്രശ്നമുണ്ട്. എന്താണത്? കുഷ്ഠരോഗികളാണ്. ദൈവം അവരെ കാണുന്നത് അറക്കത്തക്ക പാപമുള്ള ആളുകളായിട്ടാണ്, കുഷ്ഠരോഗിയായിട്ടാണ്. പിന്നെ ഇവിടെ ഞാൻ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവൻ ഈ ജയം കൊടുത്തതാരാ? യഹോവ ആരാമിന് ജയം നൽകിയത് കൊണ്ട്. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത ആ യുദ്ധത്തിൽ ആരാമ്യർക്ക് ജയം കിട്ടിയത് യഹോവ കൊടുത്തത് കൊണ്ടാണ്. എന്താ ദൈവം അങ്ങനെ ചെയ്യുന്ന? ദൈവജനത്തിനെതിരെ ദൈവം ശത്രുക്കൾക്ക് ജയം കൊടുക്കുന്ന അത് ദൈവത്തിന്റെ പ്രവർത്തന ശൈലിയാണ്. ഇതെല്ലാം വൈരുദ്ധ്യവും തോന്നാം. കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ മഹാനാണ്. അതുപോലെ ദൈവജനത്തിനെതിരെ ദൈവം വിഗ്രഹാരാധികളായിരിക്കുന്ന ജനങ്ങൾക്ക് ജയം കൊടുക്കുന്നു. നമ്മൾക്ക് അത് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ BJP-ക്കാർക്ക് ക്രിസ്ത്യാനികൾക്കെതിരെ ജയമുണ്ട്, അല്ലെങ്കിൽ BJP രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. പിന്നെ RSS-കാര്, ബജ്രംഗാൾ, ഇങ്ങനെ തീവ്ര ഹിന്ദു ചിന്താഗതികളുള്ള ആളുകൾ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു. ഇതാരാണ് ആ ജയം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ പറയും ദൈവമാണ്. ദൈവം അറിയാതൊന്നും വരികയില്ലല്ലോ. ദൈവമക്കൾക്കെതിരെ ചരിത്രം പരിശോധിച്ചാൽ, പഴയ നിയമം പരിശോധിച്ചാൽ നടന്ന യുദ്ധങ്ങളിലെല്ലാം ഇസ്രായേലിനെതിരെ ജയം കൊടുത്തതാരാ? നെബൂഖദ്നേസറെ കൊണ്ടുവന്നതാരാ? ബാബിലോൺകാരെ കൊണ്ടുവന്നതാരാ? ആരാമ്യരെ കൊണ്ടുവന്നതാരാ? ഈജിപ്തുകാരെ കൊണ്ടുവന്നതാരൊക്കെ ദൈവമാണ് കൊണ്ടുവന്നത്. ഈ പലപ്പോഴും ദൈവജനം കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെങ്കിൽ അതിന് തക്കതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലേ നമ്മൾ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കെല്ലാം അനുകൂലമായിട്ട് പോവുകയാണ്. തിന്നാനും ഉണ്ട്, കുടിക്കാനും ഉണ്ട്, ആരോഗ്യമുണ്ട്, ബലമുണ്ട്, പ്രാർത്ഥിക്കുമോ? നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, കണ്ണീരൊഴുകി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? നാം എല്ലാം സുഖമായി നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോകുമ്പോഴാണോ? അതോ നമുക്ക് പരാജയവും ഉപദ്രവവും ദുഃഖവും പ്രയാസവും രോഗവും
ശത്രുതയും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തെ വിളിക്കുന്നത്. അപ്പൊ ദൈവം പലപ്പോഴും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ദൈവജനം പ്രാർത്ഥിക്കാനും ദൈവജനം ദൈവത്തോട് കരയാനും മതിയായ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കുന്നു. അത് അങ്ങനെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ ഭാഗത്ത് കാണുന്ന വേറെ ഒരു രസകരമായ കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ ആ പെൺകുട്ടിയുടെ ചരിത്രമാണ്. ആ പെൺകുട്ടി ചരിത്രത്തെ പറ്റി നോക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ഒരു വാചകത്തിലടങ്ങുന്ന പ്രസ്താവന, അല്ലെ 2 വാചകത്തിലടങ്ങുന്ന, യജമാനൻ ശമര്യയിലേക്ക് ചെന്നിരുന്നുവെങ്കിൽ അവിടെ ഒരു പ്രവാചകനുണ്ട്, അവൻ സൗഖ്യം തരുമായിരുന്നു എന്ന പ്രസ്താവന നയമാന് രാജാവിൻ്റെ അടുക്ക് പോയി രാജാവിനെ കൊണ്ട് എഴുത്ത് വാങ്ങിപ്പിച്ച് പരിവാരത്തോടു കൂടിയും കുതിരയും പട്ടാളവും ഒക്കെ ആയിട്ട് വലിയ സൈന്യമായിട്ട് ഇസ്രായേലിലേക്ക് പോകാനുള്ളതായിരിക്കുന്ന സാഹചര്യം ഒരുക്കി. പെൺകുട്ടിയുടെ ഒറ്റ വാക്കാ. ഈ പെൺകുട്ടി പറഞ്ഞ വാക്കിൽ ഈ നയമാൻ ഇത്ര ഗൗരവമായിട്ട് എടുക്കണം എങ്കിൽ, അല്ലെങ്കിൽ നയമാന്റെ ഭാര്യ ഗൗരവമായിട്ട് എടുക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തുണ്ടായിരിക്കണം? ചുരുങ്ങിയ കാലം കൊണ്ട് ആ പെൺകുട്ടി ഒരു സാക്ഷ്യം സ്ഥാപിച്ചു കാണണം. അവൾ വെറുതെ തമാശ പറയുന്ന ആളല്ല, ദൈവഭക്തിയായ ഒരു പെൺകുട്ടിയാണ്. ഈ 12 വയസ്സോ 13 വയസ്സോ ഉള്ള ഒരു പെൺകുട്ടിക്ക് ഇസ്രായേലിൽ ഇങ്ങനെ ഒരു പ്രവാചകനുണ്ടെന്നും ആ പ്രവാചകന്റെ അടുത്ത് ചെന്നാൽ സൗഖ്യം കിട്ടുമെന്നും എങ്ങനെ അവൾ മനസ്സിലാക്കിയത്? അപ്പോൾ അവള് വളരെ ഭക്തിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. നമ്മുടെ ഇപ്പൊ 12-13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയെന്ന് വിചാരിച്ചുള്ളൂ. ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിലെ ആ ഭർത്താവായ ആ മനുഷ്യനെ വലിയ കുടിയനും കൊള്ളരുതാത്തൊരു മനുഷ്യനാണ്. പക്ഷെ ആ ഭാര്യ പറയും, ഈ യജമാനൻ ഞങ്ങളുടെ സഭയിലേക്ക് ചെന്നിരുന്നെങ്കിൽ, സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടെങ്കിൽ എന്തൊരു സമാധാനം വീട്ടിലുണ്ടാകുമായിരുന്നു എന്ന് പറയുന്ന ഉടനെ തന്നെ യജമാനത്തി എന്ന ഭർത്താവിനോട് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ആ സഭയിൽ ഒരു ദിവസം ഒന്ന് പോകണം, നിങ്ങൾക്ക് വലിയ വ്യത്യാസം വരും, നമ്മുടെ കുടുംബത്തിന് വലിയ വ്യത്യാസം വരും, അങ്ങനെ ആക്ഷൻ എടുക്കണം ചെയ്യണമെങ്കിൽ ഈ പെൺകുട്ടി കാര്യമായ ഒരു സ്വാധീനം ആ കുടുംബത്തില് ചെലുത്തി കാണണം. അപ്പൊ അതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോ അവൾക്ക് അങ്ങനെ സ്വാധീനം ചെലുത്താനുള്ള സ്ഥാനമുണ്ടോ? അവളുടെ സ്ഥാനം എന്താ? ഒരു വേലക്കാരത്തി, പിടിച്ചുകൊണ്ടുപോയ ഒരു പെൺകുട്ടി. പ്രായം എത്രയാ? അപ്പൊ പരിചയം എത്രയാണ്? പ്രായം എത്രയാണ്? അപ്പൊ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരു വലിയ ജനറലാണ്, ഒരു രാജ്യത്തിന്റെ ഒരു ജനറൽ, ആ ജനറലിന്റെ മേൽ സ്വാധീനം ചെലുത്തത്തക്കവണ്ണം അവരുടെ വാക്കുകൾക്ക് കഴിയുമെന്ന് വന്നാൽ അത് ചൂണ്ടിക്കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ സ്ഥാനവും നമ്മളുടെ പ്രായവും ഒന്നുമല്ല വാസ്തവത്തിൽ നമ്മെ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ കാരണമായിരിക്കുന്നത്. നമ്മുടെ കമ്മിറ്റ്മെന്റും നമ്മുടെ സാക്ഷ്യവും ഒക്കെയാണ്. ഇപ്പൊ ഇവളെന്തിനാ ഈ യജമാനത്തിയോട് അങ്ങനെ പറഞ്ഞത്? ഭയങ്കര റിസ്ക് അല്ലേ എടുക്കുന്നത്? യജമാനന് പ്രവാചകനുണ്ടെന്നും പോയിരുന്ന സൗഖ്യം തരുമെന്നും ഒക്കെ ഇവള് പറയണമെങ്കിലേ ഇവൾക്ക് എന്തൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. അവിടെ ചെല്ലുമ്പോ നിന്നെ ആരാടാ പറഞ്ഞയച്ചത്? നിന്നോട് ആര് പറഞ്ഞു പ്രവാചകനുണ്ടെന്ന്? ഇപ്പൊ ഇസ്രയേലിലെ രാജാവ് തന്നെ കേട്ടപ്പോൾ വളരെ വിഷമിച്ചില്ലേ? അപ്പൊ രാജാവ് നായമാരോട് പറയും, പോടോ, ഇവിടെ പ്രവാചകനുണ്ടെന്ന്, ഇവിടെ സൗഖ്യമാക്കുമെന്ന്, കുഷ്ഠരോഗ സൗഖ്യമാക്കും, ഇതെന്നെ ആശുപത്രിയാന്ന്, കുഷ്ഠരോഗ ആശുപത്രിയാണ്. ഇതേത് പെൺകുട്ടിയെ പറഞ്ഞത്? അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചേ എന്ന് പറഞ്ഞാൽ, അപ്പൊ ആ പെൺകുട്ടിയുടെ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ പറയുന്നത്. അവളുടെ ഒരു കോൺഫിഡൻസ് ആണ്. അവളുടെ വലിയ ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ വെറും ഒരു വേലക്കാരിയാണ്, ഒരു അടിമ പെൺകുട്ടിയാണ്. അപ്പോൾ ആ നോക്കണം അവളുടെ കൺസേൺ, അവളുടെ യജമാനു വേണ്ടിയുള്ള അവളുടെ കൺസേൺ. ശത്രുവാണ് വാസ്തവത്തിൽ, അവനെ പിടിച്ചോണ്ട് പോയതല്ലേ. സാധാരണഗതിയിൽ എന്താ ആഗ്രഹിക്കേണ്ടത്? ഇവൻ ചത്തിരുന്നെങ്കിൽ എനിക്ക് തിരിച്ചു പോകാമായിരുന്നാ. അല്ലെങ്കിൽ ഇന്നത്തെ വേലക്കാരൊക്കെ എന്താ പറയും, ഇവനെ എങ്ങനെയെങ്കിലും കൊന്നിട്ട് സ്ഥലം വിടണമെന്നൊന്നുമല്ല. ഞാൻ അടിമയായിട്ട് ഇവിടെ വന്നതാണെങ്കിലും ഞാൻ അടിമയായി നിൽക്കുന്നതായിരിക്കുന്ന വീട്ടിലെ യജമാനന് ആരോഗ്യം വരണം, സമാധാനം വരണം, സന്തോഷം വരണം. എന്നെ അടിമയാക്കി കൊണ്ടുവന്ന, എൻ്റെ രാജ്യത്തെ തോൽപ്പിച്ച, എൻ്റെ ജനത്തെ കൊന്ന് അനേകരെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് വന്നതായിരിക്കുന്ന ഈ രാജ്യം അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി തീരണം. അപ്പൊ ഇത്രയൊക്കെ വിശാലമായിട്ട് ചിന്തിക്കാനായിട്ട് പെൺകുട്ടിക്ക് കഴിഞ്ഞോ എന്നുള്ളത്, അല്ലെ ഒരു പെൺകുട്ടിക്ക് കഴിയുമോ എന്നുള്ളത് വലിയ ചോദ്യമല്ലേ. അപ്പൊ ഞാനിപ്പോ ചിന്തിച്ചപ്പോ ഈ പെൺകുട്ടിയെ വളർത്തിയ മാതാപിതാക്കൾ അവളെ എത്ര അച്ചടക്കത്തിൽ വളർത്തി കാണണമെന്നാണ് ഞാൻ ചിന്തിച്ചത്.
വെറും ഒരു പെൺകുട്ടി, ഒരു 12 വയസ്സിൽ കൂടുതൽ പ്രായം കാണൂല്ല ഏതായാലും. ആ ഒരു പെൺകുട്ടിക്ക് ഇത്രയധികം കാര്യബോധവും ഇത്രയധികം വിചാരബോധവും ഇത്രയധികം ചിന്താഭാരവും ആ കുടുംബത്തോടൊരു പ്രീതിയും ആ യജമാന്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാകണമെങ്കിൽ യാതൊരു പകയും യാതൊരു വിരോധവും ഇല്ലാതെ ശത്രുക്കളെ സ്നേഹിക്കണമെന്നുള്ള പ്രമാണം അവളുടെ മാതാപിതാക്കൾ അവളെ പഠിപ്പിക്കുക. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ അവരുടെ ടീച്ചേഴ്സിനോടോ അവരുടെ കൂട്ടുകാരോടോ ഒക്കെ സുവിശേഷം പറയാനോ, ഇപ്പോൾ അവരുടെ വീട്ടിലെ അപ്പന് അല്ലെങ്കിൽ അമ്മയ്ക്ക് ക്യാൻസർ ആണ് എന്ന് അവളുടെ കുട്ടി പറയുന്നതിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ, എന്നാൽ ഞങ്ങളുടെ സഭയിലോട്ട് പോവാ, ഞങ്ങളുടെ മൂപ്പന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ പ്രാർത്ഥിക്കും, അവർ പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമെന്ന് വന്നു നോക്ക് എന്ന് പറയാനുള്ളതായിരിക്കുന്ന ഒരു പ്രാഗൽഭ്യം, അതിനുള്ളതായിരിക്കുന്ന ഒരു മെച്യൂരിറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ? ഈ പെൺകുട്ടിയേക്കാൾ എത്രയധികം അവസരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളിലായാലും സഭയിലായാലും വീട്ടിലായാലും ദൈവമക്കളെ വചനം 66 പുസ്തകങ്ങൾ അടങ്ങുന്നതായിരിക്കുന്ന വചനം എല്ലാം നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാകതയും പക്വതയും വന്നിട്ടില്ല. എന്തിനും നമുക്ക് വന്നിട്ടില്ലല്ലോ. നമ്മളെ എങ്ങനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ആ വീഡിയോ ചിന്തിക്കുന്നത്? ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഇവനെ എങ്ങനെ തട്ടാം, അല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചരിത്രങ്ങൾ ഓരോ ദിവസവും കേൾക്കല്ലോ. അപ്പോ ഈ പ്രായമൊന്നുമല്ല നമ്മൾ ഈ അണ്ടർ വാല്യൂ ചെയ്യുന്ന പറയും. കഴിവും പ്രായവും ഒക്കെ നമ്മൾ അങ്ങനെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ്, ഇതിനെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാധ്യതകളെ കുറിച്ച് നാം കൂടുതൽ ബോധ്യവാന്മാരായിരുന്നാൽ വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാധ്യതയെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ സാധ്യത ഉണ്ടെങ്കിലും നാം ആ സാധ്യതകളെ എന്ത് ചെയ്യുന്നില്ല, വളർത്തിയെടുക്കുന്നില്ല ഒരു വിധത്തിൽ. ഇവിടെ കാണാവുന്ന വേറൊരു സത്യം, ഈ നയമാന എഴുത്തുമായിട്ടൊക്കെ വരുന്നു. എവിടെയാ വരുന്നത്? രാജാവിൻ്റെ അടുക്ക് വന്നു, അതേക്കുറിച്ചൊക്കെ പറയാം. ഏൾവസ്ത്രം കീറിയതുമൊക്കെ വളരെ തെറ്റായിപ്പോയി. അത് കാണിക്കുന്ന ഇസ്രയേലിലെ അടിമയായി പിടിച്ചു കൊണ്ടുപോയ പെൺകുട്ടിക്കുണ്ടായിരുന്ന വിശ്വാസം ആർക്കില്ല? ഈ രാജാവിനില്ല. പെൺകുട്ടിക്കറിയാമായിരുന്നു ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന്, രാജാവിനെന്തറിയില്ല ഇസ്രായേലൊരു ഉണ്ടായിരുന്നെങ്കിൽ ഉടനെ പറഞ്ഞു, നീ ഇവിടെയല്ല വരേണ്ടത്, ഞാൻ അയക്കാം, നീ പോകേണ്ടത് ഇവിടെ എലിശ എന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ട്, പ്രവാചകന്റെ അടുക്കലാണ് പോകേണ്ടത്. അപ്പൊ ആ പെൺകുട്ടിക്ക് അറിയാവുന്ന കാര്യം ഈ രാജാവിന് അറിയില്ല. അതേക്കുറിച്ച് ചിന്തിക്കും. ചിലപ്പോ നമ്മുടെ മക്കൾക്ക് അറിയാവുന്ന കാര്യം നമുക്കറിയില്ലെന്ന് വരും, നമ്മുടെ മൂപ്പന്മാർക്ക് അറിയില്ലെന്ന് വരും, നമ്മുടെ മിഷണന്മാർക്ക് അറിയില്ലെന്ന് വരും, ചില കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ എനിക്ക് പെൺകുട്ടിയോട് ഭയങ്കര റെസ്പെക്റ്റും സ്നേഹവുമാണ്. ഈ പെൺകുട്ടിയെ വളർത്തിയ മാതാപിതാക്കളെ ഒന്ന് കണ്ടുമുട്ടി ഇതിന്റെ രഹസ്യം എന്താണെന്ന് ഒന്ന് ചോദിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കൊരു ബെറ്റർ ഗ്രാൻഡ് ഫാദർ ആകാനായിട്ട് ഇന്ന് കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഫാദർ ആകാൻ കഴിഞ്ഞ കാലത്ത് കഴിയുമായിരുന്നു. നമ്മൾ അങ്ങനൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നില്ല. എനിക്ക് രാജാവിനെ പറ്റി കഷ്ടം തോന്നി. എന്തിനാ രാജാവ്, ഈ പെൺകുട്ടിക്ക് അറിയാവുന്ന സത്യമെങ്കിലും ഈ രാജാവിന് അറിയണ്ടേ? ഇസ്രയേലിലെ രാജാവല്ലേ, രാജാവിന്റെ കീഴിലല്ല ഈ പ്രവാചകൻ. രാജാവിന്റെ കീഴിൽ അങ്ങനെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ട് എന്ന്, ആ ദേശത്തുണ്ട് എന്നുള്ളത് ഈ രാജാവിന് അറിയില്ലേ? അതാണ് പ്രശ്നം. വന്നപ്പോൾ രാജാവ് എന്താണ് ചിന്തിച്ചത്? നെഗറ്റീവ് തോട്ട്സ്. ഇവൻ വഴക്കുണ്ടാക്കാനായിട്ട് വന്നിരിക്കുക. ഞാൻ ഇവനെ സൗഖ്യമാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആരാൻ രാജ്യം ഞങ്ങളോട് വീണ്ടും യുദ്ധം പ്രഖ്യാപിച്ച് എന്നെയും എൻ്റെ രാജ്യത്തെയും കൊണ്ടുപോകും. അങ്ങനെ ചിന്തിച്ച നെഗറ്റീവ് തോട്ട്സ്. അപ്പൊ ചോദിക്കേണ്ടതല്ല, ഇതാരാണ് നിങ്ങളോട് പറഞ്ഞ ഇങ്ങനെ ഈ രാജ്യത്തേക്ക് വരാനായിട്ട്? അത് ഒരു പെൺകുട്ടി ഞങ്ങൾ അടിമയെ പിടിച്ചുകൊണ്ട്. എന്താ പെൺകുട്ടി പറഞ്ഞത്? പെൺകുട്ടി പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ടെന്നാ പറഞ്ഞ. പ്രവാചകൻ? ഓ, അങ്ങനെ പ്രവാചകനുണ്ടല്ലേ, ശരി 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 ശരി, കാര്യം ഞാനങ്ങ് പറഞ്ഞു, ഇവിടെ പ്രവാചകനുണ്ട്, പ്രവാചകനിലേക്ക് പോകാം. ചോദിക്കേണ്ട ഒരു ചോദ്യം ആ മനുഷ്യൻ ചോദിച്ചില്ല. അതിന് പകരം അയാൾ എന്താ ചെയ്തത്? ഈ മനുഷ്യൻ വഴക്കിന് കാരണം അന്വേഷിക്കുകയാണ്. നമ്മുടെ കൺക്ലൂഷൻസ് വളരെ പെട്ടെന്ന് നാം ചില നിഗമനങ്ങളിലേക്ക് അങ്ങ് എത്തിച്ചേരും, വളരെ വേഗം നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരും. അങ്ങനെയൊന്നും നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ചിലപ്പോൾ നമ്മളെ ഹരാസ് ചെയ്തെന്ന് വരും, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ആ സന്ദർഭങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം? നമ്മൾ ആ സന്ദർഭങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. എക്സ്പ്ലോയിറ്റിംഗ് യുവർ ഓപ്പർച്യൂണിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. നിങ്ങളുടെ അവസരങ്ങളെ ചൂഷണം ചെയ്യുക, അങ്ങനെ ചെയ്യാനായിട്ട് കഴിയും.
ചില ക്രൂരന്മാരായ ആളുകളുണ്ട്. ഇത്ര ക്രൂരന്മാരായ ആളുകൾക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൃദയമുണ്ട്. പലപ്പോഴും അവർ പല കാര്യങ്ങളും ചെയ്യുന്ന ഭയത്തിൽ നിന്നാണ് അവർ ചെയ്യുന്നത്. അവരെ എല്ലാവരും കൂടെ ചേർന്ന് ചാടിക്കാനിരിക്കുകയാണ്, അവർക്കെതിരെ എല്ലാവരും കൂടെ സംഘം ചേർന്ന് നശിപ്പിക്കാനിരിക്കുകയാണെന്നൊരു ഭയം വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഓരോരുത്തരെയായിട്ട് ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ആരെങ്കിലും അദ്ദേഹത്തോട് സാർ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞങ്ങൾ സാറിനെ സ്നേഹിക്കുന്നവരും സാറിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. സാറിനൊരു ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഒന്ന് മാറിയേനെ. തീർച്ചയായിട്ടും മാറിയേനെ. അങ്ങനെ നമുക്ക് പറയാനായിട്ട് പലപ്പോഴും സാധിക്കുകയില്ല. അയാൾ നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെ പരമാവധി ഉപദ്രവിക്കാനുള്ള മാർഗം എന്താണെന്ന് നോക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഒരു വലിയ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഈ യുദ്ധം നടക്കുന്നിടത്ത് ആരായിരിക്കും സാധാരണഗതി ജയിക്കുന്നത്? അധികാരമുള്ളവനല്ലേ ജയിക്കും. അങ്ങനെ സാധാരണഗതി. അല്ല പിന്നെ ദൈവം നമുക്ക് വേണ്ടി പ്രത്യേകം പ്രവർത്തിക്കണം. അപ്പോൾ ഈ രാജാവിന്റെ ചിന്തയൊക്കെ രാജാവാണെന്നുള്ളത് കൊണ്ട്, അധികാരമുണ്ട്, സ്ഥാനമുണ്ട് എന്നുള്ളത് കൊണ്ട് സുബോധമായി ചിന്തിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് അധികാരമുണ്ട്, സ്ഥാനമുണ്ട് എന്നുള്ളത് കൊണ്ട് സുബോധമായി ചിന്തിക്കണമെന്നുമില്ല. ചിലപ്പോൾ യാതൊരു അധികാരവും സ്ഥാനവും ഇല്ലാത്ത ആളുകളായിരിക്കും ചിന്തിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും അവിടെ ചില സ്ത്രീകളാണ്, വിവേകമതികളായ സ്ത്രീകൾ, അവരാണ് പല യുദ്ധങ്ങൾ ഒഴിവാക്കുകയും അവരാണ് ചെന്ന് യോവാബേ, നീ ഇസ്രായേൽ ഒരു അമ്മയില്ലാതെയാക്കാൻ പോകുന്നു. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? കണ്ടില്ലേ എത്ര വേഗം പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. എത്ര വേഗം പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. അങ്ങനെ വേണം ചിലപ്പോഴേ നമുക്കങ്ങനെ ചെയ്യാനായിട്ട് കഴിയണം. അങ്ങനെ ചെയ്യാനായിട്ട് കഴിയണം. അവസാനം ഏലീശയുടെ ചെന്നു. ഏലീശ ഇത്രയും വലിയ ഒരു രാജ്യമാണ്, അതായത് ഇസ്രായേലിനെ തോൽപ്പിച്ച് അവിടുന്ന് മേൽ ആധിപത്യം നടത്തുന്നതായിരിക്കുന്ന അസീറിയൻസ് ആണ്. ആ അസീറിയൻസിൽ നിന്നും അവരുടെ ജനറലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ജനറൽ നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നാം എങ്ങനെ ഇടപെടേണ്ടത്? നാം ഇറങ്ങി ചെന്ന് അയ്യോ വന്നാട്ടെ, എന്താണോ വന്നത് അല്ലേ, ഇരുന്നാട്ടെ എന്നൊക്കെ പറഞ്ഞ് അത് അവരെ സ്വീകരിച്ച് ഏലീശ ഒരു ബഹുമാനവും കൊടുത്തില്ല, ഒരു ആദരവും കൊടുത്തില്ല. അവരെ വേണേ കുളിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഈ ഏലീശ തന്നെ ഒരു സെൻസില്ലാത്ത മനുഷ്യനായിരുന്നോ? അല്ല. അധികാരത്തിനോ പണത്തിനോ പ്രതാപത്തിനോ പ്രശസ്തിക്കോ ഏലിയാവിനെ വിലയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കില്ല. അവൻ വന്ന് ഒത്തിരി കാശും ഒത്തിരി സ്വർണവും ഒത്തിരി വെള്ളിയും എല്ലാം കൂടെ വന്നിരിക്കുന്നു, വസ്ത്രവും എല്ലാം കൊണ്ട് വന്നിരിക്കുന്നു. രാജാവിന്റെ അടുത്തുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. വലിയ ആളാണ്. പക്ഷെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ പ്രദാനം ചെയ്യുന്ന മനുഷ്യൻ. ഇവൻ രാജാവിന്റെ സേനാപതി മാത്രമേ ഉള്ളൂ. ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവാചകനാണ്. ആരുടെ മുന്നിൽ മുട്ടുകുത്തണമെന്നുള്ളതാണ്. സ്പർജന്റെ മകനോട് പറഞ്ഞു, എടാ, ദൈവം നിന്നെ വചനം പ്രസംഗിക്കാനായിട്ട് വിളിച്ചാൽ നീ ഇംഗ്ലണ്ടിലെ മഹാരാജാവിന്റെ മുൻപിൽ മുട്ടുകുത്താൻ പാടില്ല. അയാൾ നിന്റെ മുന്നിൽ മുട്ടുകുത്തണം, നീ അയാളുടെ മുന്നേ മുട്ടുകുത്തരുത്. ദൈവം നിന്നെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടന്റെ മഹാരാജാവ്, ബ്രിട്ടീഷ് കിങ്ഡം ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന രാജ്യമാണ്, അതിന്റെ മഹാരാജാവ് നിന്റെ മുന്നേ മുട്ടുകുത്തണം, നീ രാജാവിന്റെ മുന്നേ മുട്ടുകുത്തരുത്. നീ സ്വർഗത്തിലെ ദൈവത്തെ പ്രദാനം ചെയ്യുന്ന മനുഷ്യൻ. സ്പർജനെ കാണാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റും ഇംഗ്ലണ്ടിലെ പ്രൈം മിനിസ്റ്ററും കൂടെ ചെന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഇംഗ്ലണ്ട് സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം സ്പർജനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ലോകപ്രശസ്തനായ മനുഷ്യനാണ്. അപ്പം ഇംഗ്ലണ്ടിലെ രാജാവിനോട് പറഞ്ഞു, എനിക്ക് സ്പർജനെ ഒന്ന് കണ്ടാൽ കൊള്ളാമോ? അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു. എന്നിട്ട് സമയം കൊടുത്തു. ആ സമയത്ത് അവിടെ ചെന്നപ്പോ സെക്രട്ടറി ഒരു കുറിപ്പ് കൊടുത്തു, സ്പർജൻ ബ്രിട്ടീഷ് മഹാരാജാവും അമേരിക്കൻ പ്രസിഡന്റും താങ്കളെ കാണാനായിട്ട് വന്നിരിക്കുന്നു. സ്പർജൻ ഇറങ്ങി വന്നൊന്നുമില്ല. സ്പർജൻ ചിലപ്പോൾ സുഖമില്ലാതിരിക്കുന്ന സന്ദർഭമാണ്. അപ്പോ സെക്രട്ടറി വന്ന് പറഞ്ഞു, അകത്തോട്ട് എല്ലാം സ്പർജൻ പറയുന്നു പറഞ്ഞു. ഇവരങ്ങോട്ട് കയറി ചെന്നപ്പോ സ്പർജൻ പറഞ്ഞത്, കമോൺ ഇൻ ഫെലോ സിന്നേഴ്സ്, സഹഭാവികളെ കയറി വരാൻ പറഞ്ഞു. സഹഭാവികളെ കയറി വരാൻ പറഞ്ഞു. എന്നെ പോലെ തന്നെ നിങ്ങളും ഭാവികളാ കയറി വരാം. നീ പ്രസിഡന്റ് ആണോ, നീ മഹാരാജാവാണോ, അതൊക്കെ വേറെ കാര്യം. ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാസനാണ്. നിങ്ങളുടെ ഒന്നും മുൻപിൽ ഞാൻ മുട്ടുകുത്തുമില്ല.
നമ്മൾ ചിലപ്പോ ഈ സാഹിബിനെ കാണുമ്പോൾ കബാത്ത് പറക്കുമെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ സാഹിബിനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആരാണെന്നും നമ്മുടെ ദൈവം ആരാണെന്നും ഒക്കെ നമ്മളങ്ങ് മറന്നു ഇല്ലേ? നമ്മുടെ മുട്ടൊക്കെ അടിക്കും. ഞാൻ ആദ്യമായിട്ട് ഈ മെത്രാന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ബ്രദറൻ സഭയിൽ ജനിച്ചുകൊണ്ട് ഈ മെത്രാന്മാരെ കുറിച്ച് വലിയ അഭിപ്രായം എനിക്കില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. ഞാൻ പത്തൻ്റെ കോളേജിലാ, യാക്കോബക്കാരുടെ കോളേജാണ്, ഓർത്തഡോക്സുകാരുടെ കോളേജ്. ഞാൻ അവിടെ ചെന്നപ്പോ മർത്തോമാക്കാർക്ക് CSIക്കാർക്ക് കൊണ്ട് ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്, കത്തോലിക്കർക്ക് പ്രാർത്ഥനാ മുറിയുണ്ട്, ഓർത്തഡോക്സുകാർക്കും. അപ്പം മറ്റുള്ളവർക്ക് ആർക്കും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലോ, എനിക്കും പ്രാർത്ഥിക്കാൻ മുറി വേണം. ഞാൻ പ്രിൻസിപ്പലിനോട് എന്ന് പറഞ്ഞു, പോറ്റി സാറേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മുറി അനുവദിച്ചായിരുന്നു. പോറ്റി സാർ പറഞ്ഞു, പ്രാർത്ഥനയും ഭക്തിയൊന്നും എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഞാൻ ഈ കോളേജ് നടത്താൻ അനുവദിച്ചിരിക്കുന്നത്, അതൊക്കെ അവിടെ തിരുമേനിയുണ്ട്, തിരുമേനിയുടെ ചോദിച്ചാട്ടത്. അപ്പൊ ഞാനൊരു ദിവസം 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞപ്പോൾ തിരുമേനിയെ കാണാൻ പോയി. തിരുമേനിയെ കാണാൻ പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ തിരുമേനിമാർ വന്നിട്ടില്ല. തിരുമേനിമാരെപ്പോഴൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളൊന്നും എന്നെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുമില്ല. എങ്കിലും ഞാൻ ഈ കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് തിരുമേനി എന്ന് പറഞ്ഞാൽ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, എന്തോ പ്രത്യേകമായ ഒരാളാണ്. അപ്പൊ ഞാൻ അങ്ങ് ചെന്നു. തിരുമേനിയുടെ സെക്രട്ടറി അച്ഛനെ കണ്ടു. ചോദിച്ചു എന്താന്ന് ചോദിച്ചാൽ എനിക്ക് തിരുമേനി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. തിരുമേനി അകത്തെ മുറിയിലുണ്ട്, കയറി കണ്ടോളാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ തിരുമേനി ചാരുകസര കാലും ഒക്കെ എടുത്തു വെച്ചിങ്ങനെ ഉറങ്ങുക. അപ്പൊ തിരുമേനിമാരെ എങ്ങനെ ഉണർത്തുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. തട്ടി എന്ന് പറയണോ, അതോ ഒരു ചുമയൊക്കെ എന്താ എങ്ങനെ ഉണർത്തുന്നത് അറിയില്ലല്ലോ. ഞാൻ ചെറുതോട് നിന്നിട്ട് ഞാൻ നമ്മുടെ മാർഗം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞു, ഈ മനുഷ്യനെ ഒന്ന് ഉണർത്തി തരണേ എന്ന്. അപ്പൊ ഒരു തൊട്ടടുത്തൊരു പാറമടയിൽ വെട്ടി ഒരു 3 വെട്ടിപ്പെട്ടപ്പെട്ടാന്ന് വിളിച്ച് തിരുമേനി ചാടിയെന്ന് ഉണർന്ന് കാൽ രണ്ടും എടുത്ത് വെച്ച് നിൽക്കുമ്പോ ഞാൻ നിൽക്കുന്നു, കൈ നീട്ടി തന്നു മുദ്രമോതിരം മുത്താൻ. ഞാൻ 2 അടി പുറമോട്ട് മാറി. അപ്പോഴേ തിരുമേനിക്ക് മനസ്സിലായി ഇവൻ പാർട്ടി ശരിയല്ലെന്ന്. കാരണം ഏത് ഭക്തനാണെങ്കിലും ചെന്ന് തിരുമേനിയുടെ മോതിരം മുത്തും. ഞാൻ പറഞ്ഞു എന്താണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു യാക്കോബക്കാർക്ക് പ്രാർത്ഥിക്കാനുണ്ടോ, കത്തോലിക്കർക്ക് പ്രാർത്ഥിക്കാനുണ്ടോ, CSI മർത്തോമാക്കാർക്കുണ്ട്, ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ ഒരു മുറിവുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞാലോ? ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ പ്രസംഗക്കാരും ബന്ധുക്കോസുകാരൊക്കെ ഓർത്തുണ്ട് ആളുകൾ. അത് നിങ്ങൾക്ക് മറ്റൊരു പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറഞ്ഞു അത് എന്നോട് പറയേണ്ടതെന്ന് പറഞ്ഞു. ആരോട് ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാനാണ് നിശ്ചയിക്കുന്നത്, തിരുമേനിയല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പം മുറി വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി പോരുകയും ചെയ്തു. അപ്പൊ ഈ തിരുമേനിയോട് എങ്ങനെ സംസാരിക്കണമെന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ സംസാരിക്കേണ്ടത് പോലെ സംസാരിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ഇറങ്ങി പോന്നു. കോളേജിൽ തൊട്ടടുത്തൊരു യാക്കോബായിലൊരു വലിയ വീടുണ്ട്. അത് ഞങ്ങളുടെ ഒരു കുടുംബക്കാരാണ്. കുടുംബക്കാരെന്ന് പറയാൻ വിശാല കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, പ്ലാത്തോട്ടം കുടുംബത്തിൽ പെട്ട ഒരാളാണ്. ഞാൻ അവിടേക്ക് ഇറങ്ങി ചെന്നു. ബാബു സാറിന്റെ വീടെന്ന് പറയും. ബാബു സാർ അവിടെ ഇല്ല. എന്നിപ്പോ ഒരു അമ്മച്ചിയുണ്ട്, നല്ല സുന്ദരിയായ ഒരു അമ്മച്ചി, ഭംഗിയായ വസ്ത്രധാരണം ചെയ്ത്. അമ്മച്ചി ചോദിച്ചു എന്താ മോനെ എന്ന് ചോദിച്ചു. ഞാൻ പറയാം അമ്മച്ചി പ്രാർത്ഥിക്കാൻ മുറി വേണം. എടാ ഇത്രയും വലിയ വീട് ദൈവം തന്നിരിക്കുന്നിടത്ത് നിനക്ക് എവിടെയും കയറി ഇരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനുണ്ട്, എൻ്റെ ഇവിടെ കുറച്ച് പിള്ളേരും ഉണ്ടെന്ന് പറഞ്ഞു. എത്ര പേരുണ്ട്? അവിടെ 10-30 പേര് കാണുമെന്ന് പറഞ്ഞു. ഈ വരാന്ത മതിയെന്ന് ചോദിച്ചു. ധാരാളം മതി എന്ന് പറഞ്ഞു. 50 പേർക്ക് ഇരിക്കുക, 60 പേർക്ക് ഇരിക്കുക, എന്നൊരു വലിയ വരാന്ത. പിന്നെ പായൊക്കെ നീ കൊണ്ടുവന്നോണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പായൊന്നും തരില്ല. അത് വേണ്ട അപ്പച്ചി. അപ്പൊ അവിടെ ഞങ്ങൾ 2 കൊല്ലം പ്രാർത്ഥിച്ചു. അവിടെ കൊള്ളാത്ത കൊണ്ട് ഞങ്ങൾ 100 പേരായപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോരേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് തിരുമേനിയുടെ മുന്നേ മുട്ടൊന്നും കുത്തിയില്ല. തിരുമേനി പറഞ്ഞ പോലെ യാക്കോബക്കാരോട് പോയി പ്രാർത്ഥിക്കാനും പോയില്ല, മർത്തോമാക്കാരോട് പ്രാർത്ഥിക്കാനും പോയില്ല. അപ്പൊ ചില സമയത്ത് നമ്മൾ ഈ സാഹിബിനെ കാണുമ്പോൾ കബാത്ത് മറക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കാര്യം അങ്ങോട്ട് പറയാനായിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോകും. അപ്പൊ എനിക്ക് ഏലിയാവിനെ എലീശയെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ രാജാവിന്റെ വലിയ അന്നത്തെ ഏറ്റവും ശക്തമായ സാമ്രാജ്യം അസീറിയൻ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തെ ജനറൽ ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ വന്ന് തന്റെ കൂടാരത്തിന് മുമ്പിൽ നിന്നിട്ട് ഒന്ന് ഇറങ്ങിച്ചെന്ന് ഹലോ സർ നമസ്കാരം, എന്താണാവോ വന്നത് എന്നൊന്ന് ചോദിക്കാൻ പോലും മനസ്സില്ലാതെ അയാളോട് പോയി വേണേ യോർദാൻ നദി 7 പ്രാവശ്യം മുങ്ങിച്ചു പോകാൻ പറഞ്ഞു. അപ്പോ ഞാൻ വിചാരിക്കുന്നു ഏലിയാവിന്റെ മൂല്യങ്ങളെ പണം കൊണ്ടും സ്ഥാനം കൊണ്ടും മഹത്വം കൊണ്ടും മാനുഷിക ഭൗതിക ഔദ്യോഗിക സ്ഥാനങ്ങൾ കൊണ്ടുവന്നും വാങ്ങാനായിട്ട് കഴിയാത്തൊരു മനുഷ്യനാണ്. കാരണം താൻ ദൈവത്തിന്റെ പ്രവാചകനാണ്.
താൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. താൻ ഇവിടെ വന്നിരിക്കുന്നത് ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് പെൺകുട്ടി പറഞ്ഞത് കൊണ്ട് പ്രവാചകൻ എന്ന നിലയിലല്ല വന്നിരിക്കുന്നത്. അല്ലാതെ ഏലീശ എന്ന വ്യക്തിവരെ കാണാനല്ലല്ലോ വന്നത്, ദൈവത്തിന്റെ പ്രവാചകനെ കാണാനല്ലേ വന്നത്. ദൈവത്തിന്റെ പ്രവാചകനെ കാണാൻ വന്നെങ്കിൽ രാജാവാണ്. രാജാവ് തെറ്റ് ചെയ്താൽ രാജാവിനെ ശിക്ഷിക്കുന്നതും രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതും പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒക്കെ. ഏലിയാവല്ലേ പല രാജാക്കന്മാരെയും യേഹൂവിനെ അഭിഷേകം ചെയ്തു, വേറെ പലരെ ഇങ്ങനെയൊക്കെ അഭിഷേകം ചെയ്തു. അപ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തില് നമ്മൾ ആരാണെന്നുള്ളത് ഒന്ന് ഓർത്ത്, നമ്മൾ ആരാണ്, നമ്മൾ പെരുമാറുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. ആളുകളുടെ സ്ഥാനവും മാനവും വലിപ്പവും പരിഗണിച്ചല്ല അവരോട് ഇടപെടേണ്ടത്. അത് പരിഗണിക്കേണ്ടെന്ന് ഞാൻ പറയില്ല. ആളുകളുടെ സ്ഥാനവും മാനവും ഒക്കെ പക്ഷെ അതല്ല അതിന്റെ അടിസ്ഥാനപരമായിട്ട് അവരുടെ ആവശ്യം എന്താണ്, നമ്മുടെ സ്ഥാനം എന്താണ്. ഇപ്പൊ വിചാരിച്ചുള്ളൂ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ വരികയില്ല, സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും ഇടയ്ക്കല് എൻ്റെ രോഗത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോ നമ്മള് അദ്ദേഹത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പരിഗണിക്കണോ അതോ രോഗിയായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പരിഗണിക്കണോ? മുഖ്യമന്ത്രി എന്ന നിലയിൽ പരിഗണിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. നമ്മൾ അദ്ദേഹത്തെ നമ്മളെ ആശ്രയിക്കുന്ന ഒരു പാപിയായ രോഗിയായ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി അദ്ദേഹത്തെ അതിൽ കൈവച്ച് സ്വർഗത്തിലെ ദൈവമായി ഈ മനുഷ്യനോട് കരുണ തോന്നണമേ. അല്ലെങ്കിൽ ദൈവമായി ഇദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് അങ്ങ് മനസ്സിലാക്കണം. ഈ വലിയ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം സൗഖ്യം കൊടുക്കണം, അവിടെ നിന്നില്ല ഞങ്ങളൊക്കെ വലിയ പ്രശ്നത്തിലായിത്തീരും. സ്വർഗത്തിലെ ദൈവം പറയും ആ പ്രാർത്ഥന കയ്യിലിരിക്കരുതെന്ന് പറയും. ഇവരെക്കാൾ എത്ര വലിയ മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെയും മഹാരാജാക്കന്മാരെയും ഞാൻ കണ്ടുണ്ട്. ദിവസം 100 വീതം ഞാൻ പഠിച്ചു വിടുന്നത്, അതിലൊന്നേ ഉള്ളത്. അപ്പൊ അങ്ങനല്ല, അതാണ് നമ്മുടെ സ്ഥാനം. നാമ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഒരു സ്റ്റേജിൽ കയറിയാൽ നാമനുണ്ട്. ഭക്സിംഗ് ഒരു വലിയ മനുഷ്യനായിരുന്നു. ഞാൻ ഭക്സിംഗ് ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. താൻ ചെയ്തത് തെറ്റാണോ ഇല്ലയോ എന്നറിയില്ല. ഒരിക്കൽ ഭക്സിംഗ് ഒരു വലിയ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരു ഇൻസ്പെക്ടർ, പോലീസ് ഇൻസ്പെക്ടർ ആ പന്തലിന്റെ ഉള്ളിൽ കയറുന്നത് സ്മോക്ക് ചെയ്തു. ഭക്സിംഗ് അഴുതെന്ന് പറഞ്ഞു, മിസ്റ്റർ, ഇത് ഒരു ദൈവാലയമാണ്, ഇവിടെ പുകവലിക്കാൻ ഒക്കെയില്ല, നിങ്ങൾക്ക് പുകവലിക്കണേ പുറത്തു പോകാൻ പറഞ്ഞു. അയാൾ പോയില്ല. അയാൾ അവിടെ ഒന്നും. ഭക്സിംഗ് അവിടെ ആളുകളോട് പറഞ്ഞു അദ്ദേഹത്തെ പുറത്തേക്കാൻ പറഞ്ഞു. അവർ ചെന്ന് ബഹുമാനപൂർവ്വമൊക്കെ പറഞ്ഞു, സാറേ നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, ഇയാൾ ക്ഷുഭിതനായ പോയത്. പിറ്റേ ദിവസം അദ്ദേഹം ഭക്സിംഗിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നു. ഭക്സിംഗിന്റെ സ്ഥലത്ത് വരുന്നതിന് ഒരു 1/2 കിലോമീറ്റർ മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, ഓൺ ദ വേ, ഓൺ ദ സ്പോട്ട്. കാരണം അയാൾ വന്നത് വെറും ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാനല്ല, കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനെ അറസ്റ്റ് ചെയ്യാനാണ്. ഒരു ദൈവദാസനാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഇത് ആലയമാണ്, ആരാധനാലയമാണ്, ഇവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ പുറത്തു പോയിന്ന് വലിച്ചു. വലിക്കരുതെന്നല്ല, നിങ്ങൾ പുറത്തു പോയിന്ന് വലിച്ചു, കേൾക്കണ്ടേ? അപ്പൊ ഞാൻ ഇൻസ്പെക്ടറാണ്, നീ ആര് എന്നുള്ള മട്ടിലാണ് ചെയ്തത്. അപ്പൊ ഞാൻ വിട്ടുപോയി പറഞ്ഞു. ഭക്സിംഗ് ഇറങ്ങി അങ്ങോട്ട് ചെന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹം കേട്ടില്ല. ഭക്സിംഗ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ചെന്നിട്ട് ഇൻസ്പെക്ടറൊക്കെ ചെവിക്കുറ്റിക്ക് 2 അടിയും. നിന്നോടല്ലോടെ ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ക്ഷുഭിതനായിട്ടാണ് പോയത്. കാരണം ഒരു 10,000 ആളുകളുടെ മുന്നിൽ വെച്ച് ഒരു ഇൻസ്പെക്ടർ തല്ലിയെന്ന് പറഞ്ഞാല്, എന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനാ പിറ്റേ ദിവസം വലിയ അധികാരം കൊണ്ട് വന്നത്. ഭക്സിംഗിന്റെ അടുത്ത് വന്നപ്പോഴേ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു. അപ്പൊ ഭക്സിംഗ് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെയൊക്കെ ഒത്തിരി ചർച്ചയൊക്കെ പിന്നുണ്ടായി. ഭക്സിംഗ് അതേക്കുറിച്ച് പറയുന്നത് ഇത് ദൈവാലയമാണ്, ഈ ദൈവാലയത്തിൽ ആ സമയത്ത് ഞാനാണ് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ നിൽക്കുന്നത്, ഞാൻ പറയുന്ന അനുസരിച്ചെങ്കിലേ ഒക്കൂ. ഞാൻ അദ്ദേഹത്തോട് പുറത്തു പോയി വലിക്കാനേ പറഞ്ഞുള്ളൂ. അവിടെ നിന്ന് വലിച്ചു. ദൈവം ഭക്സിംഗിനെ മാനിച്ചു. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടേതായിരിക്കുന്ന സ്ഥാനവും ശുശ്രൂഷയൊക്കെ നമ്മളങ്ങ് മറന്നുപോകും. അങ്ങനെ മറക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. നാം എന്ത് സാഹചര്യത്തിൽ എവിടെ ചെന്നാലും, പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും, എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളെ വിളിച്ചത് നമ്മുടെ വ്യക്തിപരമായ വീട്ടിലെ അയൽക്കാരൻ്റെ അതിൻ്റെ കേസിനാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്യരുത്. നമ്മുടെ അയൽക്കാരനെ പോലെ ഉണ്ടാവും. അയൽക്കാരൻ മറ്റേ അയൽക്കാരൻ വന്നിട്ടുണ്ട്. സുവിശേഷം പ്രസംഗിച്ചതിന് നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആരെ പോലെ പോകണം? സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാസനെ പോലെ പോകണം.
അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അയാളുടെ കാലയിൽ നിന്ന് വീഴേണ്ട കാര്യമൊന്നുമില്ല. നിയമപരമായി സാറിന് ചെയ്യാനുള്ളത് ചെയ്തോ, ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, സാറിൻ്റെ കാല് പിടിക്കാനൊന്നും ഞങ്ങളില്ല എന്നവിടെ നമുക്ക് പറയാം. അതിരുവഴക്കിനാണെങ്കിൽ പിന്നെ സാറേ അല്ലേ, അവിടെ സാറ് വിളിക്കുന്നിടത്ത് സാറ് വിളിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. കാരണം എന്താ, അവിടെ നിങ്ങളെ ദൈവത്തിൻ്റെ ദാസനായിട്ടൊന്നും അല്ല കാണുന്നത്, പിന്നെ നിങ്ങളെ ഇന്ത്യയുടെ ഒരു സാധാരണ പൗരനായിട്ടാണ് അയൽക്കാരൻ്റെ അതിര് മാന്തി എന്നുള്ള ഒരു പരാതിന്മേലാണ് വന്നിരിക്കുന്നത്. അത് മാന്തി ഇല്ലെന്ന് സ്ഥാപിക്കണം നമ്മുടെ ഉത്തരവാദിത്വം. അപ്പൊ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ പ്രസിദ്ധികളായിട്ട് നാം പ്രവർത്തിക്കുമ്പോൾ നാം ഈ അധികാരവും പണവും പ്രതാപവും ഒന്നും കണ്ട് നാം അങ്ങ് കൂസേണ്ടതായിരിക്കുന്ന ആവശ്യമൊന്നുമില്ല. ഏലിശയെ എനിക്ക് ആ നിലയിൽ വളരെ ഇഷ്ടമാണ്. പിന്നെ ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഏലിശ പറഞ്ഞ എന്താണ്, നിങ്ങൾ പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി നിങ്ങൾ സൗഖ്യമാകുക എന്നാണ്. സൗഖ്യത്തിനായിട്ട് വന്ന ആളിനോട് സൗഖ്യത്തിനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു, ഇല്ലേ? പക്ഷേ ഈ സൈന്യാധിപൻ എന്താ ചെയ്തത്? അദ്ദേഹത്തിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹം വന്നപ്പോ അദ്ദേഹം ഒരു ഫോർമുല മനസ്സിൽ കണ്ടുകൊണ്ടാണ് വന്നത്. എന്തായിരുന്നു ഫോർമുല? ഏലിശ പുറത്ത് വന്ന് ശംഭു എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ ആട്ടി ഭോ പുഷ്ടമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആട്ടുമൊക്കെ ചെയ്ത്, അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ് വിചാരിച്ചത്. ചില സമയത്ത് ദൈവം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നമുക്ക് ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നും ദൈവം പ്രവർത്തിച്ചെന്ന് വരികയില്ല. ദൈവം സർവ്വസ്വാതന്ത്ര്യമുള്ള ഒരു ദൈവമാണ്. താൻ പ്രവർത്തിക്കുന്നത് നമ്മുടെ ചിന്തകളനുസരിച്ചൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ദൈവം തൻ്റെ രീതി പ്രവർത്തിക്കും. ഏലിശ അതാണ്. ഏലിശ പറഞ്ഞു ഇല്ല. അവസാനം ഈ മനുഷ്യനെ ഏലിശ പറഞ്ഞിട്ട് നീ പോയി കുളിക്കെന്ന് പറഞ്ഞിട്ട് ഇവൻ കേട്ടില്ല. പക്ഷെ ഇവൻ ആര് പറഞ്ഞു കേട്ടു? ഇവന്റെ കൂടെ വന്നതായിരിക്കുന്ന ഇവന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ട് അവൻ കേട്ടു. യജമാനെ, ഏലിശ പ്രവാചകൻ കൂടിയ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് കേൾക്കില്ലായിരുന്നോ? ഇത്ര ലളിതമായ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങ് കേൾക്കാതിരിക്കുന്ന എന്താണെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവര് പോയി കേട്ടു. അതും രസകരമായ ഒരു കാര്യമാണ്. ഏലിശയെ പോലെ ഒരു മനുഷ്യനെ സ്വാധീനിക്കാനായിട്ട് കഴിഞ്ഞില്ല നയമാനെ. പക്ഷെ സ്വാധീനിക്കാൻ ആർക്ക് കഴിഞ്ഞു? നയമാന്റെ കീഴിലുള്ള വേലക്കാർക്ക് കഴിഞ്ഞു. നോക്കണം, നയമാന്റെ വീട്ടിലെ ഒരു വേലക്കാരത്തെ സ്വാധീനിച്ചിട്ടാണ് വന്നത്. ഏത് മനുഷ്യന്റെ അടുക്കലേക്കാണോ വന്നത് ആ മനുഷ്യൻ പറഞ്ഞതിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് ഇണങ്ങുന്ന രീതിയിലല്ല ഏലിശ പറഞ്ഞത്. അതുകൊണ്ട് കോപിച്ച്, നമുക്കവിടെ നദികളില്ലയോ, നമുക്ക് നല്ല വെള്ളമില്ലയോ എന്നൊക്കെ പറഞ്ഞു പോകാൻ തരം മറ്റൊരു കാല് പിടിച്ച് പറഞ്ഞു, യജമാനെ വലിയ കാര്യം വല്ലതും പറഞ്ഞു ചെയ്തില്ലേ, എന്നാലും ഇവിടെ ഒരു വന്നതല്ലേ, മുങ്ങ് അവർ പോയി. അപ്പൊ ചില സമയത്ത് അങ്ങനെയാകട്ടോ. ചില സമയത്ത് ദൈവദാസന്മാർക്ക് നമ്മളെ സ്വാധീനിക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷെ ചില പിള്ളേർക്ക് നമ്മളെ സ്വാധീനിക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരും. ഏലിശ ദൈവത്തിന്റെ പ്രവാചകനാണ്. ഏലിശ പറഞ്ഞു നീ പോയി കുളിക്കാൻ പറഞ്ഞു. അയാൾ കേട്ടില്ലെന്ന് മാത്രമല്ല, ക്രുദ്ധിച്ചു. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കോപിച്ചു പോകാൻ തുടങ്ങി. പക്ഷെ കൂടെയുള്ള വേലക്കാർ പറഞ്ഞു, യജമാനെ വലിയ കാര്യമോ പറഞ്ഞെങ്കിൽ കുളിക്കത്തില്ലേ, എന്നാ പിന്നെ ഒരു നഷ്ടവും ഇല്ലല്ലോ, ഇറങ്ങി കുളിച്ചാൽ പോരെ. ഓ ശരിയാണ്, എന്നാ കുളിച്ചു കളയാം, സൗഖ്യം പറഞ്ഞു. അപ്പൊ ഈ സ്വാധീനത്തിന്റെ ഒരു കാര്യം പറഞ്ഞാല് ഇതാരെ സ്വാധീനിക്കുന്നു എന്നുള്ള രസകരമായ ഒരു കാര്യമാണ്, അല്ലേ? ഏലിശയ്ക്ക് എന്താ ഈ നയമാനെ സ്വാധീനിക്കാൻ കഴിയാഞ്ഞത്? ഈ ഏലിശയുടെ പടിവാതിക്കൽ വന്നപ്പോ നയമാൻ പ്രതീക്ഷിച്ചത് എന്താണ്? ഏലിശ ഇറങ്ങിച്ചെന്ന് രാജോചിതമായി വന്നതായിരിക്കുന്ന വലിയ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് സ്വീകരിച്ച് അദ്ദേഹത്തിന് ഇരിക്കാനിരിപ്പഴവ് കൊടുത്ത് എന്നിട്ട് പറഞ്ഞായിട്ട് വന്നതിന്റെ കാര്യം എന്താണെന്ന് അതൊക്കെ തിരക്കി ആ കുഷ്ഠരോഗത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് യോർദാനിൽ ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മേലെ 7 പ്രാവശ്യം തളിക്കുകയോ ഒരു ശംഭു പറയുകയോ ഒക്കെ ചെയ്യണമെന്നൊക്കെ ഇദ്ദേഹം വിചാരിച്ചത്. പക്ഷേ ഏലിശ ചെയ്തത് എന്താ? ഏലിശ പറഞ്ഞു അവനോട് വേണേ പോയി കുളിച്ച് നോക്കി പോകാനാ പറഞ്ഞു. സൊല്യൂഷൻ കുഷ്ഠരോഗത്തിന് പരിഹാരം ആരുടെയിലേ ഉള്ളൂ? ഏലിശയുടെ കയ്യിലേ ഉള്ളൂ. നയമാന്റെ കയ്യിലുമില്ല, ആരാൻ രാജാവിന്റെ കയ്യിലുമില്ല, ഇസ്രയേൽ രാജാവിന്റെ കയ്യിലുമില്ല. രാജാവിന്റെ കൂടെ വന്നതായിരിക്കുന്ന ആളുകളുടെ കയ്യിലും പരിഹാരമില്ല. പരിഹാരമുള്ള ഒരു മനുഷ്യന്റെ കയ്യിലേ ഉള്ളൂ. അത് ദൈവത്തിന്റെ പ്രവാചകനായ ഏലിശയാണ്. ഏലിശ പറഞ്ഞത് കേൾക്കുക. ഏലിശ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അവസാനം സൗഖ്യം വന്നത് എങ്ങനെയാ? ഏലിശ പറഞ്ഞതുപോലെ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോ സൗഖ്യം. അതാണ് ദൈവത്തിന്റെ വചനം
അതിന് നമ്മൾ ഒരു കോംപ്രമൈസ് വരുത്തേണ്ട ആവശ്യം ഇല്ല. ഈ നയമാൻ ഇഷ്ടപ്പെടാതെ നിന്നപ്പോ എന്നാ ഏലീശ എന്ത് പറയണം? ശരി ശരി, അവനെ ഇനി വിളിക്കാം. ശരി, എന്താ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം. ശരി, ഒരു കാര്യം ചെയ്ത് നീ അവിടെ ഇരിക്കുക, ഞാൻ വെള്ളം ഇവിടെ കൊണ്ടുവരാം. ഏലീശ യാതൊരു പോലും ചെയ്തില്ല, ലേശം മിണ്ടിയില്ല. അവനോട് മുങ്ങി സൗഖ്യമായിട്ട് പോകാൻ പറയാൻ ചെന്നു. അവനവിടെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി ആകെപ്പാടെ. ഏലീശ അതൊക്കെ കേട്ട് കാണും, പ്രവാചകനല്ലേ, അതൊക്കെ അറിഞ്ഞു കാണും, ദൈവം അവനോട് പറഞ്ഞു കാണും. നയമനായ കോപിഷ്ഠനാണ്, നീ അങ്ങനെ പറഞ്ഞതില്. ആര് കോപിഷ്ഠനായാലും ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാ, ഞാൻ പറഞ്ഞത് തന്നെ. സൗഖ്യം വേണി അത് ചെയ്തെങ്കിലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രവാചകന്റേതായിരിക്കുന്ന ഒരു ധൈര്യവും ഒരു കോൺഫിഡൻസും തൻ്റെതായിരിക്കുന്ന ഒരു എന്താ പറയുന്നത്, അഹന്ത എന്നതിന് പറയാൻ നമുക്ക് ഒക്കില്ലല്ലോ, തൻ്റെതായിരിക്കുന്ന ഒരു ഡിഗ്നിറ്റി എന്ന് പറയും, അതൊന്നും ഏലിശ വിട്ട് കളിക്കാനായിട്ട് തയ്യാറായിരുന്നു. നമ്മളും അങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്. രാജാവാണെന്ന് വിചാരിച്ച് നമ്മൾ വേറെ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമോ? നമ്മുടെ സുവിശേഷ പ്രസംഗത്തിന്റെ പ്രധാനമന്ത്രി മന്ത്രിപ്പുണ്ട്, മുഖ്യമന്ത്രി മന്ത്രിപ്പുണ്ട്, IAS കളക്ടർ മന്ത്രിപ്പുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ സന്ദേശം ഒന്ന് മാറ്റുമോ? മനുഷ്യൻ പാപികളാണെന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റാൻ നോക്കുമോ? നമ്മൾ എന്ത് പറയും? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലില്ല, ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും കളക്ടറും എല്ലാം പാപികളാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. നമുക്ക് വേറെ സന്ദേശം ഉണ്ടോ പറയാം? അപ്പോ ആളുകൾ പറയാം, എന്താണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, വലിയ ആളുകൾ. നമ്മൾ പറയണം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് നന്മ വരണം ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേ? അങ്ങനെയൊക്കെ ഒരു സ്നേഹത്തിന്റെ ഒരു സന്ദേശമല്ലേ? ആരെങ്കിലും നോട്ട് എഴുതി തരും, ഇന്ന് പാപത്തെ കുറിച്ച് പ്രസംഗിക്കരുത്, ഇന്ന് സ്നേഹത്തെ കുറിച്ച് വേണം പ്രസംഗിക്കാൻ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. എന്നെ ഒരു പരസ്യവുമാണ്, അപ്പൊ പ്രസംഗത്തിന് ഒരാൾ ഞാൻ, 2 പ്രസംഗങ്ങളാവുള്ളൂ, ഒന്ന് ഞാനാ. ഓമല്ലൂർ ശിവക്ഷേത്രത്തിന്റെ മുന്നിലാണ്. അതിന്റെ ആ സ്റ്റെപ്പേ കയറി നിന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. വിഗ്രഹാരാധനയ്ക്കെതിരെയാണ് എൻ്റെ പ്രസംഗം. ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വിഗ്രഹങ്ങളൊന്നും ദൈവങ്ങളല്ല, മനുഷ്യന്റെ സങ്കല്പങ്ങളും സൃഷ്ടികളുമാണ്. നിങ്ങൾ അതിനോട് പ്രാർത്ഥിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇന്നാണ് ഞാൻ അങ്ങനെ പ്രസംഗിക്കുകയില്ല, കാരണം പൊടി കിട്ടുന്നില്ലെന്ന് എനിക്കറിയാം. അന്ന് പക്ഷെ ഞാൻ പ്രസംഗിച്ചു. എൻ്റെ ചെറുപ്പം കൊണ്ടാണോ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൊണ്ടാണോ, ഏതായാലും 1 മണിക്കൂർ ദീർഘമായ പ്രസംഗം പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പ്രധാന സഭയിലെ കുറച്ച് വലിയ ആളുകളുണ്ട്, അവര് താപ്പാനകളായ ആളുകൾ വന്ന് എൻ്റെ കോളറിൽ ഇങ്ങനെ പിടിച്ചിട്ട്, നീ ഇങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി, നീ എന്തുവാടാ ഈ പറഞ്ഞത്? ഇത് ഹിന്ദുക്കളുടെ കേന്ദ്രമെന്നറിയില്ലേ, അവരുടെ ക്ഷേത്രമെന്നറിയില്ലേ, അവർ ബഹുമാനിക്കുന്ന വിഗ്രഹമൊന്നും ഇല്ലെന്ന് നീ പറയാൻ നിനക്ക് തൻ്റെ ഇടമായോ? ഞങ്ങൾ ഇവിടെ 10-60 കൊല്ലമായിട്ട് ജീവിക്കുന്നവരാ, ഞങ്ങൾ പരസ്പരം നല്ല ബന്ധത്തിലാണ് ജീവിക്കുന്നത്. നിന്നെ പോലെയുള്ളവർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും എനിക്ക് വിരോധമില്ല, എന്നോട് ദൈവം പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ബാക്കി നിങ്ങൾ നോക്കിക്കൊള്ളാം. ഒന്നും സംഭവിച്ചില്ല. അന്നത്തെ കാലത്ത് ഒന്നും സംഭവിക്കുകയില്ല. ഇന്നത്തെ പോലല്ല, അന്നത്തെ മനുഷ്യർ കുറച്ചുകൂടെ നല്ല മനുഷ്യരാണ്. ഇവിടെ ഒരു ഉപദേശി ഉണ്ടായിരുന്നു, ആ ഉപദേശി ഇങ്ങനെ കവല തോറും പ്രസംഗിക്കുന്ന, ആറന്മുള ക്ഷേത്രത്തിന്റെ മതിൽമേൽ കയറുന്നു. അവിടെ ഇരിക്കുന്നതായിരിക്കുന്ന പാർത്ഥസാരഥി നഗ്നമായ ബേബി കൃഷ്ണന്റെ വിഗ്രഹത്തിന് ശസ്ത്രമൊന്നുമില്ല, ഉണ്ണികൃഷ്ണൻ നഗ്നനാണ്. അല്ല, അവിടെ കയറുമെന്ന് പ്രസംഗിച്ചു, നിങ്ങളുടെ ഭഗവാന് ഒരു തോർത്ത് വാങ്ങിച്ചു കൊടുക്കാൻ കാശില്ലെങ്കിൽ ഞാൻ എൻ്റെ വകയായിട്ടൊരു തോർത്ത് വാങ്ങിച്ചു കൊടുക്കാം. നിങ്ങൾ പെണ്ണുങ്ങളുമൊക്കെ വരുന്നതല്ലേ, ഇങ്ങനെ നഗ്നമായിരിക്കുന്ന ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു. അവിടുത്തെ തറവാട് നായന്മാർ വന്ന് പറഞ്ഞു, ഉപദേശിച്ച് വരാൻ പറഞ്ഞു. ഇത്രയും തൻ്റെ ഇടമുള്ള സ്ഥിതിക്ക് ഞങ്ങൾ ഉപദേശിക്ക് ഒരു ഊണ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് അടുത്ത ഹോട്ടലിൽ കയറ്റി ഒരു ഊണും വാങ്ങിച്ചു കൊടുത്ത് വിട്ടു. ഇന്നത്തെ കാലത്താണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത കൂടി ആയിരിക്കും. ബുദ്ധിയില്ലാതെ വിവേകമില്ലാതെ പ്രസംഗിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ദൈവം നമ്മോട് അത് പ്രസംഗിക്കാനോ പറഞ്ഞെങ്കിൽ നാം എന്ത് ചെയ്യണം? അത് തന്നെ പ്രസംഗിക്കണം. ഏലിശ എന്താ ചെയ്തത്? ഏത് ജനറലായാലും ആ പാർട്ടിയോട് പോയി മുങ്ങി സൗഖ്യമാകാൻ പറയാൻ പറ്റും. ഞാൻ അവിടെ കിടന്ന് ചാടിയിട്ടൊന്നും കാര്യമില്ല. പോയി മുങ്ങിക്കഴിഞ്ഞപ്പോ സൗഖ്യമായി. ലളിതമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ അനുഗ്രഹമുണ്ട്. തുള്ളിയത് കൊണ്ട് അനുഗ്രഹം വരുമോ? നയമാൻ അവിടെ കിടന്ന് കോപിച്ചത് കൊണ്ട് കുഷ്ഠം പോവോ? ഏലിശ പിടിച്ച് തല്ലിയത് കൊണ്ട് കുഷ്ഠം പോവുമോ? ഒന്നും പോവില്ല. കുഷ്ഠം പോകാൻ ഒരു മാർഗമേ ഉള്ളൂ. എന്താണ്? യോർദാൻ നദി പോയി 7 പ്രാവശ്യം മുങ്ങുക. ഒരു ഭാവിക്ക് രക്ഷിക്കപ്പെടാൻ ഒരു സന്ദേശമേ ഉള്ളൂ. നീ എന്തെല്ലാം ചെയ്താലും, ഉച്ചി കുത്തി കിടന്ന് പറഞ്ഞാലും, നീ ചീത്ത വിളിച്ചാലും, തല്ലുമെന്ന് പറഞ്ഞാലും,
നിനക്ക് രക്ഷ കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? അനന്തം വെച്ച് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിൽ നീ വിശ്വസിക്കണമെങ്കിൽ നിനക്ക് രക്ഷ കിട്ടും. പിന്നെ സന്ദേശത്തിനൊന്നും ഞങ്ങൾക്ക് വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കില്ല. പിന്നെ സന്ദേശം പറയുന്ന ഭാഷയ്ക്കൊക്കെ വേണ്ടി അല്പം വ്യത്യാസം വരുത്താം, കാലഘട്ടത്തിനനുസരിച്ചൊക്കെ ഭാഷയ്ക്ക് വ്യത്യാസം വരുത്താം, സന്ദേശത്തിന് വ്യത്യാസം വരുത്താൻ ലോകവും ഒക്കെയില്ല. എന്ന് പറഞ്ഞാൽ ചോറ് സെർവ് ചെയ്യുന്ന പാത്രത്തിന് വ്യത്യാസം വരുത്താം. പട്ടയിലേക്ക് കൊടുത്ത കാലമുണ്ട്, വാഴയിലേക്ക് കൊടുത്ത കാലമുണ്ട്, പിന്നെ പ്ലാസ്റ്റിക് പ്ലേറ്റിൽ കൊടുത്ത കാലമുണ്ട്, ചൈന ഡിഷിൽ കൊടുത്ത കാലമുണ്ട്, നല്ല ഒന്നാന്തരം പ്ലേറ്റിൽ എന്താ പ്ലേറ്റ് പിഞ്ഞാണം പഴയ കിടപ്പത്തിൽ അതിൽ കൊടുത്ത കാലമുണ്ട്. അതിന് ചോറിന് വ്യത്യാസം വരുത്താനൊക്കെ പാത്രത്തിന് വ്യത്യാസം വരുത്താൻ. ചോറ് മാറ്റി നിങ്ങൾ ഗോതമ്പാക്കണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നിങ്ങൾക്ക് ഞങ്ങൾ സെർവ് ചെയ്യുന്ന സന്ദേശം എങ്ങനെയായാലും ഒന്ന് തന്നെയാണ്, പാത്രം മാറ്റി. പക്ഷേ കണ്ടന്റ് മാറ്റാൻ സാധിക്കില്ല. ഏലിശ എന്താ ചെയ്തത്? സന്ദേശം മാറ്റാൻ ഒക്കെയില്ല. സന്ദേശം ഒന്നേ ഉള്ളൂ, നീ പോയി കുളിച്ച് സൗഖ്യമാകും. 7 പ്രാവശ്യം മുങ്ങി സൗഖ്യം. അപ്പോ ഏലിശ അക്കാര്യം ചെയ്തു. അവിടെ ഒന്നും ഏലിശ യാതൊരു വിട്ടുവീഴ്ചകളും ചെയ്തില്ല. ഈ നയമാൻ എനിക്ക് വലിയ ബഹുമാനം ഒരളവില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇത്രയും സമയം കൊണ്ട് നയമാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അയാൾ എന്തൊക്കെ പറയുന്നറിയാമോ? ഏലിശ ഒരു പ്രസംഗം ചെയ്തില്ല, ഒരു ബൈബിൾ ക്ലാസ്സും ചെയ്തില്ല. പക്ഷെ നയമാൻ എന്താ പറഞ്ഞത്? ഇസ്രയേലിലല്ലാതെ ഒരു ദൈവം ലോകത്തെങ്ങും ഇല്ലെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. അപ്പൊ ഒരു മനുഷ്യന്, ഈ വിഗ്രഹാരാധിയായ മനുഷ്യന് ദൈവം സത്യദൈവം ആരാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ബൈബിൾ ക്ലാസ് എടുത്തോ? പ്രസംഗിച്ചോ? ഇല്ല. വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പ്രവാചകനെ കണ്ടു. അവന്റെ വാക്കിന് 100% സത്യമാണെന്ന് ബോധ്യമായി. 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞാൽ 7 പ്രാവശ്യം മുങ്ങിയെങ്കിലേ സൗഖ്യം വരൂ. 7 പ്രാവശ്യം മുങ്ങിയാലോട്ട് സൗഖ്യം വരികയും ചെയ്യും. അതാണ് എന്റെ പ്രത്യേകത. ഇന്നിപ്പോ 7 പ്രാവശ്യം മുങ്ങിയ സൗഖ്യം വരുമെന്ന് പറഞ്ഞ് നമ്മൾ ഒരുത്തിനെ വിട്ട് കഴിഞ്ഞാൽ അയാൾ 7 അല്ല 70 പ്രാവശ്യം മുങ്ങിയാലും കുഷ്ഠരോഗിയായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പൊ നമ്മുടെ ദൈവത്തെ അവർ സ്വീകരിക്കുമോ? ഇന്നിപ്പോ അതുകൊണ്ടല്ലേ ഈ അത്ഭുത രോഗശാന്തിയുടെ കാര്യത്തിന് പുറകേക്ക് ഒരുപാട് ആളുകൾ പോകില്ലേ? അവരൊക്കെ പോയിട്ട് ഇപ്പൊ പഴയ മർത്തമായിലേക്കും കത്തോലിക്കയിലേക്കും തിരിച്ചു പോകാന്നാ പറഞ്ഞ. ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഞങ്ങൾ അവരൊക്കെ തിരിച്ചു പോയെന്ന് പറഞ്ഞു. മർത്തമായിലേക്ക് പോയി, അവിടേക്ക് പോയി. എന്താ? ചെന്നിടത്ത് 7 പ്രാവശ്യം അല്ലെ 7 പ്രാവശ്യം മുങ്ങി, യാതൊരു വ്യത്യാസവും വന്നില്ല. തിരുമിയ പ്രയോജനം ഉണ്ടോ എന്ന് പെട്ടൊരാൾ ചോദിച്ചു. പറഞ്ഞു വളരെ ഉണ്ട്, വൈദ്യർക്ക് മാത്രമാണെന്ന് പറഞ്ഞു. ഏതാ തിരുമിച്ചാല് പ്രയോജനം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, വൈദ്യർക്ക്. കാരണം വൈദ്യർക്ക് ഒരു തിരുമ്പുന്നതിന് 1000 രൂപ കൂലിയുണ്ട്. നമുക്കൊരു തലകൊണ്ടിട്ട് സുഖവും എന്ന് പറഞ്ഞ പോലെ ഈ അതിശയം അത്ഭുത രോഗശാന്തിക്ക് ഇതിനൊക്കെ പുറകെ പോയിട്ട് പ്രയോജനം ഉണ്ട്. ആർക്കാ? അത് നടത്തുന്ന ആളുകൾക്ക്. നിങ്ങളുടെ മാല, കഴുത്തേ കിടന്ന മാല അവരുടെ സ്വതരാജ്യപ്പെട്ടി വീണു, പ്രയോജനമില്ലേ? ഇവിടെ അങ്ങനെയല്ല. ഏലിശയ്ക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഉണ്ടാകാനുള്ള മാർഗങ്ങളുണ്ടായിരുന്നു. നയമാൻ പറഞ്ഞു, യജമാനെ അല്പം 2 താലന്ത് വെള്ളിയും 1 കൂട്ട് വസ്ത്രവും വാങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ സേവിക്കുന്ന ദൈവത്താണ്, ഒന്നും നിന്നോട് വാങ്ങുന്നില്ല. അങ്ങനെയെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണ്? 2 കഴുതച്ചുവട് മണ്ണ്, ഇസ്രയേലിന്റെ മണ്ണ് ഞാൻ കൊണ്ട് വിരിച്ചിട്ട് ആ മണ്ണിൽ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ ഇസ്രയേലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് ദൈവം അത് കണക്കാക്കും. ഇപ്പോൾ അമേരിക്കയുടെ എംബസി ഡൽഹിയിലുണ്ട്, അമേരിക്കൻ എംബസി. ആ എംബസി നിൽക്കുന്ന സ്ഥലം ഇന്ത്യയുടെയാണ് ഒക്കെ ആണെങ്കിലും ആ എംബസിയിൽ കയറി കഴിഞ്ഞാൽ അമേരിക്കയിൽ നമ്മൾ ചെന്ന് അഭയം പ്രാപിച്ചതുപോലെയാണ് നിൽക്കുന്നത്. അല്ല, ഇന്ത്യൻ എംബസി ഉണ്ട് വാഷിങ്ടണില്. ഒരാൾ ഇന്ത്യൻ എംബസി വന്ന് അഭയം പ്രാപിച്ചാൽ അവർക്ക് അവിടെ വന്ന് അറസ്റ്റ് ചെയ്യാനും നോക്കില്ല. കാരണം അത് ഇന്ത്യയുടെ സോവറിറ്റി, ഇന്ത്യയുടെ സർവാധികാരമുള്ള സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇസ്രയേലിന്റെ മണ്ണിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അത് ഇസ്രയേലെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ പറഞ്ഞു, ചെയ്തോളം പറഞ്ഞു, കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഞാൻ രാജാവിന്റെ അകമ്പടിയായിട്ട് പോകുമ്പോൾ രാജാവ് ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയി, രിമോന്റെ ക്ഷേത്രത്തിൽ പോയി കുമ്പിടുമ്പോ രാജാവ് ഇങ്ങനെ താഴേക്ക് കുമ്പിടുമ്പോൾ രാജാവിന്റെ കുപ്പായത്തിനറ്റം ഞാനിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ എന്റെയും ഒന്ന് വേണം, സമാധാനത്തോടെ പോകാറ് എന്ന് പറയാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തു. ഇന്നത്തെ പാർട്ട് ഓഫ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടി. അത് മതാരാധനയുടെ ഭാഗമായിട്ടല്ല ചെയ്യുന്നത്, തന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഗവർണറുടെ സെക്യൂരിറ്റി എന്താ അദ്ദേഹത്തിന് പറയുന്നത്, ഗവർണറുടെ ബോഡി ഗാർഡായിട്ട് നിൽക്കുന്നതായിരിക്കും. നാളെ ഗവർണറുടെ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യണം?
അദ്ദേഹം ക്ഷേത്രത്തിൽ പോയി, ഇയാൾ പോകുന്ന ക്ഷേത്രത്തിൽ ആരാധിക്കാനൊന്നുമല്ല, ഗവർണർ പോകുന്നതായിരിക്കും. അപ്പൊ ഈ ഒഫീഷ്യൽ ഡ്യൂട്ടി എന്താണ്, റിലീജിയസ് ആക്ടിവിറ്റി എന്താണ് എന്ന് വിവേചിക്കാനുള്ള കഴിവ് വേണം. അത് ഏലിശയ്ക്കുണ്ടായിരുന്നു. നീ സമാധാനത്തോട് പോയിക്കൊള്ളാം. ചില സമയത്ത് നമ്മള് മേജറിങ് ഓൺ ദ മൈനർ ആൻഡ് മൈനറിങ് ഓൺ ദ മേജർ എന്ന് പറയും. മുഖ്യമായതിനെ നമ്മള് അസ്ഥാനത്താക്കുകയും രണ്ടാം തരത്തിലുള്ളതിനെ മുഖ്യമാക്കുകയും ചെയ്യുന്ന വലിയ പ്രശ്നമുണ്ട്. നമ്മളത് വ്യത്യാസമൊക്കെ മനസ്സിലാക്കണം. പൗലോസ് അത് പറഞ്ഞു, നിന്നെ ഒരു മനുഷ്യൻ ക്ഷേത്രത്തിൽ സദ്യക്ക് വിളിക്കുകയാണെങ്കിൽ അവന്റെ മകളുടെ കല്യാണമാണ്, ക്ഷേത്രത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ട് ഊട്ടുപുരയുണ്ട്, ഊട്ടുപുരയിൽ നീ പോയിരുന്ന എല്ലാവരുടെയും കൂടെ സദ്യക്ക് ഉണ്ടെന്ന് നിന്നെ വിളിക്കുന്ന നീ ഉണ്ടോളാനോ, അങ്ങനല്ലേ പറഞ്ഞു. നീ അമ്പലത്തിൽ പോയി നീ കാണേണ്ട കാര്യമില്ല, പക്ഷെ ഊണിന് നീ ഇരിക്കുമ്പോൾ നീ കഴിച്ചോളാം. കണ്ടില്ലേ? അപ്പോ ഊട്ടുപുരയിൽ പോയതിന് നമ്മൾ ഒരാളെ മുടക്കിയാൽ ഞാൻ വിചാരിക്കും വിവേകമില്ലായ്മയാണ് നമ്മൾ ചെയ്യുന്നത്. ആവോളം പോകാതിരിക്കുക നല്ലതെന്നുള്ളത് ഞാൻ പറയും, അത് വേറൊരു വശം. പക്ഷേ പോകാതിരിക്കുക നല്ലതെന്ന് പറഞ്ഞാൽ ബലഹീനരായിരിക്കുന്ന വിശ്വാസികളുള്ളപ്പോൾ നമ്മൾ അതിലൂടെ കാണാൻ പോയിന്ന് കണ്ട് അമ്പലത്തിൽ പോയെന്നല്ലേ അവർ പറയും. അങ്ങനെയുള്ള വിശ്വാസികളെ കരുതി നമ്മൾ ആവോളം കാര്യങ്ങൾ ഒഴിവാക്കുന്ന നല്ലതാണ്. പക്ഷെ പൗലോസ് പറഞ്ഞു, നിന്നെ ഒരുത്തൻ വിരുന്നിന് വിളിച്ചാൽ നീ ക്ഷേത്രത്തിൽ അന്ന് വിരുന്നുകളുണ്ട്, നീ പോയി സംബന്ധിച്ചു. ശുദ്ധ മനസ്സാക്ഷിയോട് ആഹാരത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ നീ സ്വർഗത്തിലെ ദൈവമേ ഈ ആഹാരത്തെ ശുദ്ധീകരിച്ചു തരണമെന്ന് നീ പ്രാർത്ഥിച്ചു. അപ്പൊ ഈ വിവേകം, പ്രായോഗിക വിവേകം എന്ന് പറയുന്ന ഒന്നാണ്. അത് ഏലിശയ്ക്ക് ഉണ്ടായിരുന്ന ഞാൻ പറയുന്നത്. ഏലിശ വിട്ടുവീഴ്ച ചെയ്യാത്ത മനുഷ്യനായിരുന്നു. പക്ഷേ എവിടെയാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടതെന്നും എവിടെയാണ് വിട്ടുവീഴ്ച ചെയ്യാണ്ടതെന്നും തിരിച്ചറിവുള്ള ഒരു മനുഷ്യനായിരുന്നു. നമ്മുടെ മതതീഷ്ണതയിൽ ചിലപ്പോൾ നമുക്ക് പറ്റുന്ന ഒന്നെന്താ ചോദിച്ചാൽ, ചെയ്യരുതാത്തടത്ത് ചെയ്യുകയും ചെയ്യേണ്ടത് ചെയ്യുകയുമില്ല. കൗരവന്മാർക്കും പാണ്ഡവന്മാർക്കും പറ്റിയതുപോലെയാണ്. ഏതാ, വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിടത്ത് ചരിച്ചു കയറ്റി നടന്നു. വെള്ളമില്ലെന്ന് വിചാരിച്ച് ആടിടത്തുണ്ട്, ചുറ്റും വെള്ളം ആകുമ്പോടെ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഈ വെള്ളമുള്ളത് എവിടെയാണ് വെള്ളമില്ലാത്തത് എവിടെയാണെന്ന് തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന കഴിവ് കൗരവന്മാർക്കില്ലാതെ പോയി, പാണ്ഡവന്മാർക്കും ഉണ്ടായിരുന്നു. നമുക്കും ആ ഒരു തിരിച്ചറിവിന്റെ കഴിവ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ആവശ്യമാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോ ഒരു പ്രായോഗിക സംഭവമാണ് എങ്കിലും നമുക്ക് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ ഉള്ള ഒരുപാട് കാര്യമുണ്ട്. അപ്പൊ ഞാൻ ആ പെൺകുട്ടിയെ ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരട്ടെ. പിടിച്ചുകൊണ്ടുപോയി, അടിമയായി പിടിച്ചുകൊണ്ടുപോയ ഒരു പെൺകുട്ടി, യാതൊരു വിധത്തിലും അവൾക്ക് സ്വാധീനം ചെലുത്തുവാൻ അവസരമില്ല, അനുവാദമില്ല. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് അവൾ യജമാനത്തിന്റെ ഹൃദയത്തെ കവർന്നു. അവൾ പറയുന്ന വാക്കുകൾ വേദവാക്യമായിട്ട് സ്വീകരിക്കത്തക്കവണ്ണം അവളൊരു സാക്ഷ്യം ആ വീട്ടിൽ പുലർത്തും. നമ്മൾ എവിടെ ചെന്നാലും അങ്ങനെ ഒരു സാക്ഷ്യം പുലർത്തണം. എവിടെ ചെന്നാലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നാം ഒരു ഭക്തരായ മനുഷ്യനാണെന്നും നാം ദൈവമക്കളാണെന്നും ഉള്ള ഒരു സാക്ഷ്യം നമ്മൾ പുലർത്തണം. അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷേ നമ്മൾ ചില വർഷങ്ങൾ ജോലി ചെയ്താലും നമ്മളൊരു ക്രിസ്ത്യാനിയാണ്, ഒരു ശിഷ്യനാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയെന്ന് വരികയില്ല. അവരെ സംബന്ധിച്ചോളം അവിടെ ഇരിക്കുന്ന മത്തായി, യോഹന്നാനും, തോമസും, അബ്രഹാമും എല്ലാം ഒരുപോലെ, ഒരു വ്യത്യാസമില്ല. അവർ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരും പോകുന്നു. അതാണ് നമ്മുടെ സ്ഥിതിയെങ്കിൽ നമ്മൾ നമ്മുടെ ദൈവത്തിന് യാതൊരു വിധത്തിൽ മഹത്വം കരുതുന്ന ആളുകളല്ല ഈ പെൺകുട്ടിയായിരുന്നു. പിന്നെ നോക്കണം, ഇസ്രായേലിലെ രാജാവിന് അറിയില്ല അവിടെ ഒരു പ്രവാചകനുണ്ടെന്ന്. രാജാവ് വസ്ത്രം കീറി. അന്നത്തെ കാലത്ത് രാജാക്കന്മാരോ പുരോഹിതന്മാരോ ഒക്കെ വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളതായിരിക്കും, തെറ്റാണ്. സാഹചര്യത്തിലാണ് രാജാവ് വസ്ത്രം കീറി. ഏലിശ അത് കേട്ടു. ഏലിശ പറഞ്ഞു, അവനെ എൻ്റെ അടുക്കലേക്ക് വിടുക, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അപ്പോ രാജാവായാലും രാജാവിന് അറിയാൻ വയ്യാത്ത കാര്യം ആ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. ഏലിശ രാജാവിനെ ശാസിച്ചു, ഏലിശയുടെ അടുക്കിലേക്ക് വിട്ടു. പിന്നെ എത്ര വലിയ ആളായാലും ശരി, നമ്മുടെ സ്ഥാനവും നമ്മുടെ ശുശ്രൂഷയും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നയമാൻ വലിയ ആളാണെന്ന് വിചാരിച്ച് ഇറങ്ങി വന്ന് നയമാനെ തൊഴേണ്ട കാര്യമൊന്നുമില്ല. നയമാൻ വലിയ ആളാണെന്ന് വിചാരിച്ച് നയമാൻ പറയുന്ന പോലെ അത് ആട്ടി രോഗത്തെ സൗഖ്യമാക്കി എന്തൊക്കെയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചാവൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സുവിശേഷവും നമ്മുടെ സത്യവും ആളുടെ മുഖം നോക്കാതെ നമ്മളങ്ങ് പറഞ്ഞാൽ മതി. നമുക്ക് ഒരു സന്ദേശമേ ഉള്ളൂ. മഹാരാജാവ് വന്നാലും പ്രൈം മിനിസ്റ്റർ വന്നാലും പ്രസിഡന്റ് വന്നാലും ഒരു സന്ദേശമേ ഉള്ളൂ, സുവിശേഷമാണ്. ആ സുവിശേഷത്തിന് ഒരു വ്യത്യാസം വരുത്തേണ്ട ആവശ്യം അത് നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ മതി.
നാലാമത് നമുക്ക് വിവേകത്തോടുകൂടെ നാം പെരുമാറണം. ആ നയമാൻ ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതുമായ കാര്യങ്ങളൊന്നും ഏലിശ നിഷേധിച്ചില്ല. കാരണം നയമാൻ സത്യദൈവത്തെ അറിഞ്ഞു, ആ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചു, ഇസ്രായേലിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി 2 കഴുത ചുമട് മണ്ണ് ചോദിച്ചു, അത് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ തന്റെ ഔദ്യോഗിക ഡ്യൂട്ടിയിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, അത് ഞാൻ മനസ്സോട് ചെയ്യുന്നതല്ല, ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് എന്ന് വിശദീകരിച്ചപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു? നീ അത് ചെയ്തോളാം പറഞ്ഞു. അപ്പൊ ആ പ്രവാചകൻ ഉണ്ടായിരുന്നതായിരിക്കുന്ന കോമൺ സെൻസ് നമുക്കും ചില സമയങ്ങളിൽ വേണം. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കഥയിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്, എങ്കിലും ഞാൻ അതിന് ഏതെങ്കിലും സമയത്ത് പറയാൻ അവസരം കിട്ടിയാൽ പറഞ്ഞുകൊള്ളാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പെൺകുട്ടിയെ പോലെ, ഏലിശ പ്രവാചകനെ പോലെ വിട്ടുവീഴ്ചയില്ലാതെ നമുക്ക് ജീവിക്കാം. അതിന് പകരമുണ്ട്, ഏലിശയ്ക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഗെഹാസി. അവൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. അവനെന്താ പറയുന്നറിയോ? എന്റെ യജമാനൻ ആ കാശും പണവും വെറുതെ വിട്ട് കളഞ്ഞ് ഞാൻ ഏതായാലും അത്രയും ഭക്തനല്ല, ഇച്ചിരി കാശ് ഞാൻ സമ്പാദിച്ചു. പക്ഷെ അതോടുകൂടെ എന്തുകൂടെ സമ്പാദിച്ചു? നയമാന്റെ കുഷ്ഠം തലമുറകളായിട്ട് ഗേഹസിന്റെ വീട്ടുകാർക്ക്. മാതാപിതാക്കളായ നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളെ, തറവാടുകളെ, നമ്മുടെ തലമുറകളെ ബാധിക്കുന്നതാണ് എന്നുകൂടെ നാം ഓർത്തുകൊണ്ട് ചെയ്യുന്നത് നല്ലതാണ്. ഗേഹസി ആർക്ക് വേണ്ടിയാണ് ഈ പണം സമ്പാദിച്ചത്? മക്കൾക്ക് വേണ്ടിയല്ലേ? പക്ഷെ ആ മക്കൾക്ക് അത് അനുഗ്രഹമായി തീർന്നു. ചിലപ്പോൾ മാതാപിതാക്കൾ തെറ്റായ നിലയിൽ മക്കൾക്ക് വേണ്ടി സ്വത്ത് സമ്പാദിക്കും, ആ സ്വത്ത് മക്കളെ നശിപ്പിച്ച് കളയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ തെറ്റായ നിലയിൽ 10 പൈസ സമ്പാദിച്ചാൽ നിങ്ങൾക്ക്, അപ്പൊ എനിക്ക് കാശ് വേണ്ട, അപ്പൻ സത്യസന്ധനായിട്ടെല്ലാം സമ്പാദിച്ചത് എനിക്ക് വേണ്ട, കൈക്കൂലി വാങ്ങിച്ച സമ്പാദിച്ചത്, മോഷ്ടിച്ച സമ്പാദിച്ചത്, ചതിച്ച സമ്പാദിച്ചത് ഞാനത് സ്വീകരിക്കുകയില്ല എന്ന് പറയാനുള്ള ഗട്ട്സ് നമുക്കുണ്ടായിരിക്കും. അതില്ലെങ്കിൽ ഗേഹസിയുടെ തലമുറകൾക്ക് കുഷ്ഠരോഗം ബാധിച്ചതുപോലെ നമ്മുടെ ഈ തലമുറകൾ നശിച്ചു പോകുവാനിടയാകും. ദൈവം നമ്മെ സഹായിക്കും.